ഫ്രണ്ട്സ്, ഇന്ന് ചോറിനൊപ്പം കഴിക്കാവുന്ന എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ചാറുകറിയുടെ റെസിപ്പിയാണ് ഇത്. പാലക്കാടൻ പുളിച്ചാർ എന്നാണ് പറയുന്നത്. ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമ്മൾ എത്ര വേണേലും ചോറ് കഴിച്ചു പോകും. അപ്പോൾ ഈ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് ഒന്ന് നോക്കി വരാം. അപ്പോൾ നമുക്ക് പാലക്കാടൻ പുളിച്ചാറ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു നാരങ്ങ വലുപ്പത്തിൽ വാളൻപുളി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് നന്നായിട്ടൊന്ന് ഞെരടി പിഴിഞ്ഞ് മാറ്റി വെക്കാമേ. ചൂടായ മൺചട്ടിയിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിത്തരുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് പൊട്ടി വരട്ടെ. ഇനി ഇതിലേക്ക് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 5 പച്ചമുളക് ഞാൻ 2ആയിട്ട് മുറിച്ച് പിന്നെ അത് വീണ്ടും ഒന്നും കൂടെ കട്ട് ചെയ്യുകയാണ്. അപ്പം 4ആയിട്ട് മുറിച്ച 4 പച്ചമുളക്, അതോടൊപ്പം തന്നെ ഒരു 4-5 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു 12 മുതൽ 15 വരെ ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത്. ഇത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഈ സമയം തന്നെ കറിക്ക് ആവശ്യമായിട്ടുള്ള 2 കറിവേപ്പില, 1/2 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടെ ചേർത്തിട്ടാണ് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴന്ന് മൂത്ത് വരുന്നവരെ നമുക്ക് 2 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ചുവന്നുള്ളിയൊക്കെ നന്നായിട്ട് വാടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരുന്ന പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. പുളിവെള്ളം നമുക്ക് അരിച്ചിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പുളിവെള്ളം ചേർത്തതിന് ശേഷം നമുക്ക് പുളിക്ക് അനുപാതമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ചതിന് ശേഷം പുളിയും എരിവും ഉപ്പും ഒക്കെ പാകത്തിനാണോ എന്ന് നോക്കാം. കുറച്ച് ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊരു 5 മിനിറ്റോളം നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. പുളിയുടെയും പച്ചമുളകിൻ്റെയും എല്ലാം ആ ഒരു പച്ചമണം മാറുന്ന വരെ തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ഒഴിച്ചുകൂട്ടാനാണിത്. പാലക്കാടൻ പുളിച്ചാറെന്ന് പറയും. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഒരു 5 മിനിറ്റോളം ഞാനിത് അടച്ചു വെച്ച് തിളപ്പിക്കുകയായിരുന്നു. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. പച്ചമണമൊക്കെ മാറി നമ്മുടെ പുളിച്ചാറ് കറക്റ്റ് പരുവത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പം ചോറിനൊപ്പം കൂട്ടാവുന്ന വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന പാലക്കാടൻ പുളിച്ചാറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമ്മൾ എത്ര വേണേലും ചോറ് കഴിക്കും. വളരെ എളുപ്പത്തിൽ ഒരു 5 മിനിറ്റ് പോലും വേണ്ട നമുക്ക് തയ്യാറാക്കാൻ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.